ഹലോ, അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒന്ന് പോവുകയാണ്. ഞങ്ങളൊരു ഹെയർ ബാൻഡ് ബിസിനസ് ഉണ്ട്, അതിനുള്ള മെറ്റീരിയൽസ് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്ന് പോകാനുള്ള ഉള്ളൂ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കടയിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലേറ്റായി, കടയിൽ നിന്ന് ഇറങ്ങാൻ ഒരുപാട് ലേറ്റായി. അവളുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞാണെങ്കിൽ ഭയങ്കര വഴക്ക്, അവൾ ഒട്ടും മനുഷ്യനെ നിർത്തുന്നില്ല, ഭയങ്കര വഴക്കും. അവൾ മടുത്തു. ഒരു 2 മണിക്കൂർ ഞങ്ങൾ ആ കടയിലായിരുന്നു. പിന്നെ ഞങ്ങൾ അവളെയും കൊണ്ട് ജ്യൂസ് കുടിക്കാൻ കയറി. ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ പുള്ളിക്കാരി ഒരു കുറച്ച് ഉഷാറായി. പിന്നെ ഹെയർ ബാൻഡൊക്കെ വന്നുണ്ടാക്കി സെയിൽ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എവിടെ പോയാലും മെയിനായിട്ട് അവൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്, കുഞ്ഞുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ നടന്നാണെന്ന് പോയത്. അപ്പോൾ ഞങ്ങൾ മെറ്റീരിയൽസ് ഒരുപോലെ എടുത്ത് തയ്ക്കാൻ വേണ്ടിയായിരുന്നു 3 പേർക്കും. അപ്പോൾ ഞങ്ങളിവിടെ പുതിയൊരു പരാഗ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടാണ് ഞങ്ങൾ 3 പേരും കൂടെ പോണത്. 3 പേർക്കും ഒരുപോലെ ഡ്രസ്സ് എടുക്കണമെന്ന് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്നത് സാധിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ അങ്ങ് പോവുകയാണ്. നല്ല വെയിലുണ്ട്, കുടയൊക്കെ ചൂടിയാണ് പോകുന്നത്. നല്ല വെയിലത്താണ് നടപ്പ്. പിന്നെ 3 പേരും കൂടെ ഒന്നിച്ചായതുകൊണ്ട് ആ ഒരു വിഷയം ഉണ്ടായില്ല. ഞാൻ കുഞ്ഞിനെ എടുത്ത് ഞാൻ മുന്നിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കടയെത്താറായി. കടയിൽ ചെന്നു. അപ്പോൾ ഞങ്ങൾ കടയുടെ അകത്തേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതുവരെ ഇവിടെ വന്ന് മെറ്റീരിയൽസ് എടുത്തിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാവും, നല്ലതായിരിക്കുമോ എന്നൊരു ഇതുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താണേലും നോക്കാം എന്ന് വിചാരിച്ച് 3 പേരും കൂടെ വന്നു. ഒരുപാട് മെറ്റീരിയൽസ് ഞങ്ങൾ നോക്കി. ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ മെറ്റീരിയൽസാണ് എല്ലാം തന്നെ. ഏത് കളർ വേണമെങ്കിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കുന്നതിലും കൂടുതൽ ഞങ്ങളുടെ മനസ്സിൽ കുഞ്ഞിന് മറിയൂസിനൊരു പട്ടുപാവാടയ്ക്കുള്ള മെറ്റീരിയൽസ് എടുക്കണമെന്ന് അവൾ പറഞ്ഞായിരുന്നു. അതാണ് മെയിനായിട്ട് ഞങ്ങൾ നോക്കാൻ വേണ്ടി പോയത്. ആദ്യം തന്നെ അവളുടെ പട്ടുപാവാടിൻ്റെ മെറ്റീരിയൽ നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവർ പറഞ്ഞു മുകളിലത്തെ നിലയിലാണ് പട്ടുപാവാടയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മേളിലേക്ക് കയറി പോവുകയാണ് ഗൈസ്. ഞങ്ങൾ അടിപൊളി ഷോളുകളൊക്കെ തൂക്കിയിട്ടേക്കുന്നു. അതൊക്കെ ഇങ്ങനെ നോക്കി വെള്ളവർക്ക് ഞങ്ങൾ ഇങ്ങനെ കയറി പോവാണ്. സ്റ്റെപ്പ് കയറി മേളിലേക്ക് ചെല്ലണം. അപ്പോൾ ഞങ്ങൾ കയറി പോവാണ് ഗൈസ്. അവിടെ ചെന്ന് അവൾക്ക് സെപ്പറേറ്റ് എടുക്കാമെന്ന് ഓർത്താണ് ഞങ്ങൾ പോണത്. ബ്ലൗസിന് വേറെ, ഇതിന് വേറെ ആയിട്ട് അങ്ങനെ എടുക്കാം എന്ന് പോയപ്പോൾ അവിടെ ഒരുപാട് മെറ്റീരിയലുണ്ട് ഗൈസ്. പട്ടുപാടയുടെ നല്ല ഒരുപാടുണ്ട്. പട്ടുപാടയുടെ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആയിരുന്നു. അതിന് ഞങ്ങൾ 3 പേരും കൂടെ ഒരെണ്ണം സെലക്ട് ചെയ്ത് അവൾക്ക് ആദ്യം തന്നെ മുറിച്ചെടുത്തു. ബ്ലൗസും പാവാടയും ഒരുപോലെ തയ്ക്കാനുള്ളതാണ് മുറിച്ചെടുത്തത്. പിന്നീട് ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾക്കുള്ളവും മുറിച്ചെടുത്ത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് ഞങ്ങൾക്ക് വെയിലായതുകൊണ്ട് തന്നെ നടന്നു വരാൻ മടിയായതിനാൽ ഞങ്ങൾ ഓട്ടോയ്ക്കാണ് ഗൈസ് വന്നത്. അപ്പോൾ കുഞ്ഞ് മടുത്തിരുന്നു. നടന്നു വന്നു കഴിഞ്ഞാൽ അവൾ പിന്നെ ക്ഷീണമാവുമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ 3 പേരും കൂടെ ഓട്ടോ പിടിച്ച് വീട്ടിലെത്തി. ഇത്രയേ ഉള്ളൂ.